ഓ, ഹെവൻ പോലൊരു സ്ഥലം കേട്ടോ. ഇത് തുറന്നിട്ടേ നടന്ന പോണോ ചാണകത്തിന്റെ പോണോ. വീടുകളിൽ പശുവൊക്കെ ഉണ്ട്. ഈ ആൽബാക്കിലെ വെള്ളമാണ് വൺ ഓഫ് ദ പ്യൂറസ്റ്റ്. ഞങ്ങളിപ്പോഴേ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്തോട്ട് നിർത്തിയേ. എന്തൊരു ഭംഗിയാണെന്നറിയോ. നമ്മളിത് അവിടുന്ന് വന്നു കേട്ടോ. അതിങ്ങനെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് കണ്ടത് ഈ ഒരു വാലി. ഓ മൈ ഗോഡ്. അവിടെ രണ്ട് അമ്മാമ്മമാരിയ്ക്കുന്ന അവിടെ ചില്ല് ചെയ്തിരിക്കുന്നത്. കുറച്ച് അങ്ങനെ തിരിച്ചിരിക്കും ഇച്ചിരി മടിയുള്ളവരൊക്കെ ഉണ്ട്. പോലീസ് ഉണ്ടെങ്കിൽ അവര് വണ്ടിക്കകത്തായിരിക്കും, എന്നിട്ട് അവിടെ ഒളിച്ചിരിക്കും. റോഡിന്റെ സൈഡിൽ തന്നെ ഒരു കല്ലേല് 2 പോലീസുകാർ അവിടെ. നമ്മളിന്ന് സാൽസ്ബർഗ് വിടുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് ഇറങ്ങുകയാണ് സാൽസ്ബർഗിൽ നിന്ന്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നമ്മുടെ ആദ്യത്തെ വാക്കെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞ് റൂമിൽ വന്ന് ഡ്രസ്സ് ചെയ്ത് പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി നമുക്ക് സിറ്റി സെൻറ്ററിൽ പോകണം. അവിടെ നിന്നാണ് കാർ എടുക്കേണ്ടത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബസ്, ലൈക്ക് മേ ബി ഒരു 10 മിനിറ്റ്സ് 5 മിനിറ്റ്സിൻ്റെ ഡ്യൂറേഷൻ്റെ ഒരു ബസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക, ബസ് സ്റ്റോപ്പിലിരിക്കുക. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് കാർ എടുത്തിട്ട് നേരെ നമ്മൾ ആൽബാക്ക് എന്ന് പറഞ്ഞ ഒരു വില്ലേജിലോട്ടാണ് പോകുന്നത്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ ടൗൺ അല്ലെങ്കിൽ വില്ലേജ് ഇൻ ഓസ്ട്രിയ എന്നാണ് പറയുന്നത്. നോക്കാൻ പോയിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുക. ബസ് ഇപ്പോൾ വരും. നമ്മൾ ബസ് ഇറങ്ങി ഇവിടെ സിറ്റി സെൻറ്ററിലെത്തി. ഇനി നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. കാർ എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടക്കുക. നമ്മളങ്ങനെ ഗരാജിലെത്തിയിട്ടുണ്ട്. കാർ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 6 ആണ് ബുക്ക് ചെയ്തേക്കുന്നത്. പശുവിൻ അത് ഏതാണ് കാറെന്ന് നോക്കി നടക്കുക. കിട്ടിപ്പോയി വണ്ടി കിട്ടിപ്പോയി. ആദ്യം ഒരു സെക്കൻഡ് ഞാൻ വിചാരിച്ചു അശ്വിനെന്താ ഈ സൈഡിൽ കയറുന്നത്. സൈഡ് മാറിയല്ലോ. നല്ല നല്ല വഴികളൊക്കെ കണ്ടു തുടങ്ങി. നമ്മളിപ്പോൾ സാൽസ്ബർഗിൽ നിന്ന് ആൽബാക്കിലോട്ട് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഡ്രൈവർ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ കുറച്ച് നമ്മുടെ ബ്രെയിനൊക്കെ റീവയർ ആവണല്ലോ. അപ്പൊ കഴിഞ്ഞ വട്ടം ഡ്രൈവ് ചെയ്തതിനേക്കാളും ബെറ്റർ ആണോ? കുറച്ചുകൂടി ഈസി. ഇവിടെ അത്ര ഇതില്ല. പിന്നെ 1-2 കാര്യങ്ങള് നമ്മൾ ഓടിക്കുമ്പം സൈഡ് ഓപ്പോസിറ്റ് അതിന്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മള് ഫസ്റ്റ് ഒരു റൈറ്റ് എടുത്തപ്പം ഡിഫോൾട്ടില് നമ്മൾ ലെഫ്റ്റ് സൈഡോടെ ചേർന്ന് പോയത്. അതിനൊരു പകുതി പോയപ്പോഴാണ് മറ്റേ ആറ് കൊണ്ടേ ഇങ്ങോട്ടല്ല അങ്ങോട്ട് പകുതി പോയില്ല, ജസ്റ്റ് അങ്ങോട്ട് തിരിഞ്ഞു തിരിയാനുള്ള ടെൻഡൻസി. കേറാറായത് പിന്നെ തിരിയാൻ പറ്റില്ല. ടൈമിൽ തിരിച്ചങ്ങോട്ട് കയറി. അത് മാത്രം ലൈക്ക് അത് കഴിഞ്ഞപ്പോഴേക്കും ബ്രെയിൻ ഓക്കെ. നമ്മൾ കോൺഷ്യസ്ലി ചിന്തിക്കണം ആദ്യത്തെ ഒരു 30 മിനിറ്റ്സ്. അപ്പൊ ഇതിപ്പോ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. കാരണം ഇപ്പോഴേ നമുക്കൊരു കോൺഫിഡൻസ് ഉള്ളൂ സംസാരിക്കാനായിട്ട്. കാരണം അതുവരെ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ റിവയർ ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓട്ടോ പൈലറ്റിലല്ലേ ഓടിക്കുന്നത്. ഇവിടുത്തെ ഇങ്ങനെ അത് നമ്മള് ബ്രെയിൻ ഓട്ടോ പൈലറ്റിൽ ഓടുന്നോണ്ടാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ കോൺഷ്യസ്ലി ചിന്തിക്കണം. ഇതിലല്ല മറ്റേന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 30 മിനിറ്റ്സ് നമ്മൾ തന്നെ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കണം ഇങ്ങനെ. അപ്പൊ ഈ കഴിഞ്ഞ വട്ടത്തെക്കാളും കുറച്ചും കൂടെ ബെറ്റർ അല്ലേ. പിന്നെ കഴിഞ്ഞ വട്ടം നമുക്ക് എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ലായിരുന്നു. പിന്നെ ഇപ്പൊ നമ്മള് ഇവിടുന്ന് സാൽസ്ബർഗ് വിട്ട് ആൽബാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവാ. മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഇൻ ഓസ്ട്രിയ എന്ന് പറയുന്നത്. വെസ്റ്റ് ആണ്, ഇൻസ്ബർഗിന്റെ അങ്ങോട്ടാണ് പോകുന്നത്. കുറച്ചും കൂടെ വെസ്റ്റ് ആയിട്ട് പോകുന്നത്. ശരിക്കും പറയാൻ ഞങ്ങൾക്ക് ഇനി സൗത്തിലോട്ടാണ് പോകേണ്ടത്. സ്ലൊവേനിയ ആ ഒരു ഇതിലോട്ടാണ് പോകേണ്ടത്. പക്ഷെ ഈ ഒരു സ്ഥലം എന്തായാലും മിസ് ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി നമ്മൾ കാർ കയ്യിലുണ്ട്. അപ്പൊ പിന്നെ അങ്ങോട്ട് പോകാനായിട്ട് ഒരു 2 മണിക്കൂർ ഡ്രൈവാണ്. അപ്പൊ നമ്മള് അങ്ങോട്ട് പോകണം. പോകുന്ന വഴിക്ക് ആദ്യം വീഡിയോ എടുത്തെടുത്തി മടുത്തു. ഇനി വെച്ച് ഞാൻ ഇനി വീഡിയോ എടുക്കുന്നില്ല. കാരണം എല്ലാ സ്ഥലവും ഇങ്ങനെയാണ്. ഫുള്ള് മല, പിന്നെ വീടുകൾക്ക് പഴയ ഇങ്ങനത്തെ ഈ വുഡൻ ഹൗസസ് ആണ് കൂടുതലും കാണുന്നത്. ഇതിപ്പോ ഒരു കുഞ്ഞു ടൗൺ ആണ്. ടൗണിന്റെ പേര് അറിയില്ല. സാൽസ്ബർഗർ സ്ട്രാബേ എന്നല്ല, എന്താ ആ ബി പോലെ ഉള്ളത് എസ് എന്നാ പ്രൊനൗൺസ്. സ്ട്രാസെ എന്നാണ് പറയാ.
അപ്പൊ ഇവിടെ ഞങ്ങൾ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്നറിയോ, ഇവിടെ എല്ലാ ടൗണും ഒരു പള്ളി ഉണ്ടാവും. പക്ഷെ നല്ല ഹൈറ്റ് ഇങ്ങനെ നല്ല ലീനായിട്ട് ഒരു കുരിശുപള്ളി പോലെ. എന്നിട്ട് ആ പള്ളിക്ക് ചുറ്റുമായിരിക്കും വീടുകൾ. ഇപ്പൊ ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു, അത് പക്ഷേ ഇപ്പൊ കടന്നുപോയി, അത് കാണിക്കാൻ പറ്റുന്നില്ല. പിന്നെ വീടുകൾ, ഇങ്ങനെ വീടുകൾ. എന്ത് രസമാണ് നോക്കിയേ. എല്ലായിടത്തും മല വീട്, അതും വുഡൻ ഹൗസസ്. പിന്നെ മല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ചില മലകളൊക്കെ ഇങ്ങനെയാ അല്ലേ, ഒരു കുത്തനെ. സാധാരണ നമ്മുടെ നാട്ടിലെ മലകളും ഒക്കെ ഒരു കുറച്ച് സ്ലാൻഡിങ് ഉണ്ടാവില്ല, ഇത് അങ്ങനെയല്ല, ഇങ്ങനെയങ്ങ് കുത്തനെ. എന്നിട്ട് പിന്നെ അതിൽ കുറെ മരങ്ങള്, ചിലതൊക്കെ അല്ലാണ്ട് തന്നെ ഈ പാറ കാണാം. പക്ഷെ കൂടുതലും ഇങ്ങനെ മരങ്ങളുണ്ട്. ദേ ഇതിനകത്തൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ പിന്നെ ചെറിയ മലയാട്ടോ. ഇതിനു മുന്നേ നമ്മൾ വലിയ മലയൊക്കെ കണ്ടായിരുന്നേ. ഫുള്ള് ഹില്ല. ഇവിടെ ഒരു കുഞ്ഞു തോട് വീട്ടിലേക്കകത്ത് കാണും. അപ്പൊ നമ്മളിങ്ങനെ വായിച്ചപ്പോ മനസ്സിലായത് വെച്ച് കഴിഞ്ഞാൽ ഈ ആൽപ്സ് പല പല കൺട്രിയിൽ ഇങ്ങനെ കിടക്കുകയാണല്ലോ. സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ, സ്ലോവേനിയ, പിന്നെ ഇറ്റലിയിലും അല്ലേ, എവിടെയൊക്കെ ഇടുണ്ട്. അങ്ങനെ വായിച്ചത്. ഇപ്പൊ നമ്മുടെ റൂട്ടില് നമ്മൾ ഓസ്ട്രേലിയയിൽ ചെറിയ ഭാഗം മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അപ്പൊ അവിടെ അപ്പൊ നമ്മൾ പോകുന്ന ഇവിടുന്ന് നമ്മൾ സാൽസ്ബർഗിൽ നിന്ന് ആൽബാക്ക് പോകുന്നു, അവിടുന്ന് പിന്നെ നമ്മൾ ഓബർവെല്ലാഷ് എന്ന് പറഞ്ഞ സ്ഥലം പോകുന്നു, പിന്നെ അവിടുന്ന് സ്ലോവേനിയ പോകുന്നു. അപ്പൊ ഇത് എല്ലാം നമ്മള് ചാറ്റ് ജിപിടിക്ക് കൊടുത്തപ്പോൾ ഇവിടെ എവിടെയാണ് ആൽപ്സ് കാണാൻ പറ്റുന്നത് വെച്ചപ്പോൾ, ആൽപ്സ് തന്നെ പല പല മൗണ്ടൻസ് വെച്ച് കഴിഞ്ഞാൽ മൗണ്ടൻ റേഞ്ച് ആണല്ലോ. അപ്പം നമുക്ക് ഇവിടുന്ന് സാൽസ്ബർഗിൽ നിന്ന് ആൽബാക്ക് പോകുമ്പോൾ ക്ലിറ്റ്സ്ബ്യൂൾ ആൽപ്സ് എന്ന് പറഞ്ഞ കുറച്ച് ആൽപ്സ് കാണാൻ പറ്റും. പിന്നെ ഉള്ളത് സില്ലേർട്ടൽ ആൽപ്സ്, അത് കുറച്ചിങ്ങനെ സ്നോയി പീക്സ് ഉള്ളതാണ്. അപ്പം ഞാൻ പേരിങ്ങനെ ഇതിനകത്ത് എടുത്ത് വെച്ചിട്ട് വായിക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ പോകുമ്പോൾ ക്ലിറ്റ്സ്ബ്യൂളും സില്ലേർട്ടൽ ആൽപ്സും ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നതിനകത്ത് ഏതെങ്കിലും അതൊക്കെ ആയിരിക്കും, പക്ഷെ നമുക്ക് ഇന്നതാന്ന് കണ്ടാൽ മനസ്സിലാവില്ലല്ലോ. നോക്കി, ഓ അപ്പൊ ഈ ആൽബാക്ക് എന്ന് പറയുന്നത് ഒരു വില്ലേജ് ആണ്, ഒരു സ്ഥലമാണ്. അത് ടിറോൾ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. ഇപ്പൊ ഓസ്ട്രേലിയയില് 9 സ്റ്റേറ്റ് ഉണ്ട്, അതിനകത്ത് ഒന്നാണ് ടിറോൾ. അപ്പൊ അവിടുത്തെ ഒരു സ്ഥലമാണ് ഈ ആൽബാക്ക്. ഇപ്പൊ ഈ ടിറോളിന്റെ ക്യാപിറ്റൽ ഇൻസ്ബർഗ് ആണ്. ഇൻസ്ബർഗ് ആണ് കുറച്ചും കൂടെ വലുത്, പോപ്പുലർ ഒക്കെ ആയിട്ടുള്ള സ്ഥലം. ഇൻസ്ബ്രുക്ക് നോട്ട് ഇൻസ്ബ്രുക്ക്. അപ്പൊ അത് ഈ ആൽബാക്കിന്ന് 30 മിനിറ്റ്സ് ഉണ്ട്. നമ്മൾ പോകുന്നില്ല, നമ്മൾ ആൽബാക്ക് മാത്രമേ പോകുന്നുള്ളൂ. അപ്പൊ അതാണ് ടിറോൾ ആണ് സ്റ്റേറ്റ്, അതിനകത്തുള്ളൊരു സ്ഥലമാണ് ആൽബാക്ക്. അന്ന് കണ്ട കാഴ്ചകളൊക്കെ എൻ്റെ ഓർമ്മയിൽ നിന്ന് മങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാനിതൊക്കെ ഇവിടെ ഡോക്യുമെൻ്റ് ചെയ്യണം. അതുമാത്രമല്ല, ഞാൻ കണ്ട കാഴ്ചകളെല്ലാം നിങ്ങളും കാണണം. എന്തൊരു ഭംഗിയല്ലേ ഈ ലോകം കാണാനായിട്ട്. ഓരോ സ്ഥലവും എന്തൊരു ഡിഫറെൻ്റാല്ലേ. ഇപ്പൊ കയറി അങ്ങ് പോവാ. മറ്റേ കുറച്ച് ഹൈറ്റിലോട്ട് കയറുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ടേ. ഓക്കെ, ഇനി ഇച്ചിരി കയറാനുണ്ട്. പക്ഷെ ഇപ്പൊ തന്നെ കുറച്ച് ടൗൺ ഒക്കെ അവിടുന്ന് കണ്ടു തുടങ്ങി. ഫുൾ ഹെയർപിൻ പോലത്തെ ഒരു കയറ്റമായിരുന്നു. ഡ്രൈവറും അടുത്ത ടെൻഷൻ അടിച്ച് മടുത്തോന്നു. വയനാട് ചുരങ്ങളായി ശരിക്കും. ഈ സ്ക്രീൻ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകണം. എന്നാൽ അച്ഛനിങ്ങനെ വണ്ടി ഓടിക്കുന്നതേ വലിയ കാര്യം. വിൻഷീൽഡ് കഴുകാനൊക്കെ പറഞ്ഞ ഇതിന്റെ ബട്ടറൊക്കെ എവിടെയാന്ന് ആർക്കറിയാം.
വെള്ളടിച്ചു ഓക്കെ. നമ്മളിത് ഹെൽബാക്ക് എത്തിയേ. ഭയങ്കര രസമുള്ള സ്ഥലം. ഒരു സ്വർഗം പോലത്തെ ഒരു വില്ലേജ്. എവിടെ നോക്കിയാലും ഒരുപോലെ തടി കൊണ്ട് പണിത വീടുകളും, ആ വീടുകളൊക്കെ സുന്ദരമാക്കാൻ വേണ്ടിയിട്ട് ചുറ്റും പൂക്കളും, പിന്നെ നമ്മൾ ഈ കേൾക്കുന്ന ഈ കിളികളുടെ ഒച്ചയും വെള്ളത്തിൻ്റെ ഒച്ചയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത്രയും പീസ്ഫുൾ ആയിട്ടുള്ളൊരു വില്ലേജും സ്ഥലവും ഞാൻ വേറെ കണ്ടിട്ടില്ല. കണ്ടോ, ഇവരുടെ എന്തൊക്കെയോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ എഴുതി കുഞ്ഞ് നോട്ടീസ് ബോർഡൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് അകത്തോട്ടൊന്ന് നടന്നു നോക്കാം. പണ്ട് കാലത്ത് ഫാമിങ്ങും മൈനിങ്ങും കൂടുതലുണ്ടായിരുന്ന ഈ വില്ലേജ് ഇപ്പോൾ ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ വില്ലേജ് ആണത്. ആൽബാഗിൻ്റെ ഭംഗി കൂട്ടുന്നത് ഇവിടുത്തെ വീടുകളും കൂടെ ആട്ടോ. ട്രഡീഷണൽ വുഡൻ ഹൗസസ് ആണ് ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ നടന്ന് ഒരു ചെറിയൊരു ഹൈക്ക് എടുക്കുകയാണ്. ഇവിടെ തന്നെ ഒരു 45 മിനിറ്റ്സ് ഉണ്ട് ചെറിയൊരു ഹൈക്ക്. അപ്പോൾ ചുമ്മാ ഈ ഒരു വില്ലേജിൽ കൂടെ നടക്കാൻ തന്നെ എന്ത് രസമല്ലേ. എല്ലാ വീട്ടിലും നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ വെച്ച് എന്ത് വൃത്തിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. വൃത്തിയല്ല, ഭംഗിയായിട്ട്. വീടുകളിൽ പശുവൊക്കെ ഉണ്ട്. പശുവൊക്കെ കരയുന്നു കേട്ടോ. ഓ, ഹെവൻ പോലൊരു സ്ഥലം കേട്ടോ. ഒരു തോടെങ്ങാണ്ട് ഒഴുകുന്നുണ്ട് താഴെക്കൂടെ. അതിൻ്റെ ഒച്ച കേൾക്കാം. അത്യാവശ്യം ഫ്രണ്ടിൽ പോന്നു. എന്തൊരു സ്ഥലമായത്. ഒരു തോട് പോകുന്നുണ്ടോ? വാ, ഈ ഹൈക്കാണ് നമ്മൾ എടുക്കുന്നത്. നോക്കി, ഇവര് പറയുന്നത് ഈ ഒരു സ്കൾപ്ചറിൽ 3 മിനിറ്റ് നോക്കി നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സും നിങ്ങളുടെ ബേർഡൻസും എല്ലാം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓഫ് കോഴ്സ് ഈ ഒരു ആംബിയൻസിൽ അല്ലേ എന്ത് നെഗറ്റീവ് തോട്ട്സും നമുക്കങ്ങ് ഇല്ലാണ്ടാവുമല്ലോ. ഇന്നത് പറയുന്നത് ഹാൻഡിൽ വിത്ത് റെസ്പെക്ട് ആൻഡ് കെയർ, ഫീൽ ക്രിയേഷൻസ് powerful ways in representation of all world streets. Gently put your arms around her trunk and show the natural order the tribute it deserves. ഈ ആൽബാക്കിലെ വെള്ളമാണ് വൺ ഓഫ് ദ പ്യൂറസ്റ്റ് വാട്ടർ എന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇവിടുത്തെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടുത്തെ വെള്ളത്തിനെ പറ്റി റിസർച്ച് ചെയ്തിട്ട് പറഞ്ഞു, യു ഡോണ്ട് നീഡ് ടു ബൈ ബോട്ടിൽ വാട്ടർ. യുവർ മൗണ്ടൻസ് അറൗണ്ട് യു വിൽ എൻഷുർ ദാറ്റ് യു ഹാവ് ദ ക്ലീനസ്റ്റ് വാട്ടർ, ക്രിസ്റ്റൽ ക്ലീനസ്റ്റ് വാട്ടർ എന്നാണ് പറഞ്ഞേക്കുന്നത്. നല്ല കേട്ടോ. ഇനി മുകളിലോട്ടാ.
ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് തടികളൊക്കെ ഉണ്ടോ ഈ മരത്തിൽ നിന്നൊക്കെയുള്ള. അതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൽബാക്ക് വീടുകൾ ഭയങ്കര ട്രഡീഷണൽ സ്റ്റൈലിലാണ് പണിതേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1953 മുതൽ അന്നത്തെ മേയറായ അൽഫോൺസ് മോസർ എന്ന് പറഞ്ഞ ആളായിരുന്നു മേയർ. പുള്ളി അന്നൊരു ഇത് പറഞ്ഞു, ഒരു ലോ പോലെ വെച്ചു, എല്ലാ വീടുകളും ഇനി ട്രഡീഷണൽ വേയിൽ പണിയാൻ പാടുള്ളൂ. ഫസ്റ്റ് ഫ്ലോർ മാത്രമേ ബ്രിക്ക് കൊണ്ട് പണിയാൻ പാടുള്ളൂ, അതിന് മുകളിലോട്ടുള്ളതെല്ലാം തടി കൊണ്ട് തന്നെ പണിയണം. അതും ലോ പറയുന്ന അത്ര ഹൈറ്റിലേ പണിയാൻ പാടുള്ളൂ എന്ന്. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ വീടുകളും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ വീടുകളാണ് കൂടുതലും ഓസ്ട്രേലിയയിലുള്ളത്. പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിയുമ്പോൾ എല്ലാ വീടുകളും അങ്ങനെ തന്നെ. എന്നിട്ട് ഈ വിൻഡോസിൽ അവരൊത്തിരി പൂക്കളൊക്കെ വെച്ച് എന്ത് ഭംഗിയാക്കി വെച്ചിരിക്കുന്നതറിയോ. നടന്ന് നടന്ന് നമ്മുടെ വീടുകളൊക്കെ ഉള്ള സ്ഥലത്തോട്ട് തന്നെ എത്തി. അവിടെ രണ്ട് അമ്മാമ്മമാരിയ്ക്കുന്നുണ്ട് ചില്ല് ചെയ്തിരിക്കുന്നത്. ഇത് വൈക്കോലാണേ. ഹേ, അപ്പോൾ ഇത് മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചാക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉണ്ടല്ലോ, ഇപ്പോൾ നടന്നു വരുമ്പോൾ നമ്മൾ ആരോടൊക്കെ ചിരിച്ചിട്ടുണ്ട് അവരൊക്കെ തിരിച്ച് ചിരിച്ചിട്ടുണ്ട്. യൂഷ്വലി യൂറോപ്പിൽ അത്രയും അങ്ങനെ കാണാറില്ല. നമ്മൾ കുറച്ച് അങ്ങനെ തിരിച്ച് ചിരിക്കാൻ ഇച്ചിരി മടിയുള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ എല്ലാവരും തിരിച്ച് ചിരിച്ചിട്ടുണ്ട്, ഹായ് പറഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങോട്ട് ഹായ് പറയുമ്പോൾ അവരും ഹായ് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് വയസ്സായ ആൾക്കാരാണ് കൂടുതലും ഇപ്പം ഞാൻ കണ്ടത്. പക്ഷേ യങ് ഫാമിലീനെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ആൾക്കാരാണെന്ന് തോന്നുന്നു. ബ്യൂട്ടിഫുൾ പ്ലേസ്. അങ്ങനെ നമ്മൾ ആൽബാക്കിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ തിരിച്ച് ആൽബാക്ക് കുറച്ച് ഹൈറ്റിലായിരുന്നേ. ഇപ്പം നമ്മൾ ഇച്ചിരി താഴോട്ട് ഇറങ്ങി. ഓൾമോസ്റ്റ് ആ ടൗണൊക്കെ ഉള്ള ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ടൗൺ ആയിരുന്നു, നിങ്ങൾ കണ്ടല്ലോ. ഇനി നമ്മൾ പോകുന്നത് ഒബർ വെല്ലാച്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലൊവേനിയയിലോട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ നമ്മൾ ഈ ഒബർ വെല്ലാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓൺ ദ വേ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെ മാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ കാണിക്കുന്നത് ഒരു 7 മണിക്കാണ് എത്തുന്നത്. അങ്ങോട്ടേക്ക് ഇവിടുന്ന് ആൽബാക്കിൽ നിന്ന് ഒരു 3 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ആക്ച്വലി ആൽബാക്ക് ഇച്ചിരി നമ്മൾ ഡീവിയേഷൻ എടുത്തു എന്നിട്ട് ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ 3 മണിക്കൂർ. അല്ലാണ്ട് നമ്മൾ സാൽസ്ബർഗിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് പോകുകയാണെങ്കിൽ ഇത്രയും നേരം എടുക്കില്ല. പക്ഷെ ഇത് നമ്മൾ ആൽബാക്ക് വഴി വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡീവിയേഷൻ എടുത്തത്. അപ്പൊ ഒബർ വെല്ലാച്ചിലാണ് ഇന്ന് നമ്മൾ സ്റ്റേ. അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ നമ്മൾ അവിടുന്ന് പിന്നെയും താഴോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൊവേനിയ താഴെയാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയ നേരെ താഴെ. അപ്പൊ പിന്നെയും നമ്മൾ താഴോട്ട് ഡ്രൈവ് ചെയ്ത് പോകും. അതാണ്. അപ്പൊ ഈ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ഇറങ്ങും. അപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ കാണും. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത സീൻ നമ്മൾ അവിടെ പോയി ചെക്ക് ഇൻ ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോ ഡ്രൈവ് ചെയ്ത് വരുമ്പോ ഇത് വെയ്സല്ലേ, വെയ്സില് പോലീസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നോട്ടിഫിക്കേഷൻ വരും. ഇപ്പൊ അടുത്ത 10 മീറ്ററിൽ അല്ലെങ്കിൽ 100 മീറ്ററിൽ പോലീസ് ഉണ്ടെന്നുള്ള. അപ്പൊ അത് നമുക്ക് ഇതിനകത്ത് വരുമല്ലോ. അപ്പൊ ഞങ്ങളിങ്ങനെ നോക്കരുത്. സാധാരണ ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും ഇവിടെ ഓസ്ട്രേലിയയിലാണെങ്കിലും പോലീസ് ഉണ്ടെങ്കിൽ അവര് വണ്ടിക്കകത്തായിരിക്കും, എന്നിട്ട് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയായിരിക്കും. ഇത് ഞങ്ങളിങ്ങനെ ഓരോ വണ്ടി നോക്കി ഒരുവിധമാണോ അല്ല ഇത് പോലീസ് വണ്ടിയല്ല. അത് പറഞ്ഞ നോക്കി വരുമ്പോ റോഡിന്റെ സൈഡിൽ തന്നെ ഒരു കല്ലേല് 2 പോലീസുകാർ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു യൂണിഫോമില്. അവരിങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കുക. അവരെന്താണ് നോക്കുന്നതിന് അവര് കയ്യിൽ മെഷീനൊന്നും കണ്ടില്ലല്ലേ, അത് കണ്ടൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ ചോണിച്ചിരിക്കുന്നു. ഇല്ലല്ല, അവരവിടെ ഡയറക്റ്റ് ഇങ്ങനെ ഭയങ്കര ഒബ്വിയസ് ആയിട്ട് നിൽക്കുക.
അത് പക്ഷെ ഭയങ്കര നന്നായി. കാഴ്ച കണ്ടോണ്ടിരിക്കുക. എനിക്കൊന്ന് ഫൈൻ അടിക്കാനൊന്നും അല്ലെന്ന് തോന്നുന്നു. ചുമ്മാ എനിക്കൊന്ന് അവരുടെ ഡ്യൂട്ടി, പെട്രോളിംഗ് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചുമ്മാ ഇരിക്കുക തോന്നുന്നു. ഇവിടെ ഉണ്ടല്ലോ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോ എല്ലാ പുല്ലിന്റെ മുകളിലും നല്ലൊരു പുൽമേടുണ്ടെങ്കിൽ അവിടെ കുറേ വീടുകളുണ്ടാവും. അപ്പൊ അതും വീടുകളൊക്കെ ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടു തോന്നും. ഇങ്ങനത്തെ ഒരു 1000 വീട് ഇപ്പൊ അടുപ്പിച്ച് കണ്ടാലും നമ്മൾ ഓരോ വീട് നോക്കി നോക്കി നിന്നു. ഓ ഇപ്പൊ ഒരു വീട് പോയി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പിന്നെ ഡിസ്ട്രാക്ട് ആയി. അപ്പൊ പക്ഷെ എല്ലാ വീടുകൾക്കും എത്ര കുന്നിന്റെ മുകളിലാണെങ്കിലും അതെ ഒരു വഴിയുണ്ട്. എത്ര മുകളിലാണെങ്കിലും ഒരിങ്ങനെ അത് നല്ല വഴി. ടാറാണോ അതോ മേ ബി കോൺക്രീറ്റ് ആയിരിക്കും. ഭയങ്കര ഭംഗിയാണ്. അത് ഭയങ്കര ഏറ്റവും മുകളിലായിരിക്കും. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വീട് ഇങ്ങനെ ചെറുതായി കാണാൻ ഈ വഴി ഈ പുല്ലിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ വൈറ്റ് കളറിൽ ഇങ്ങനെ നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ അതിന്റെ ഇടയ്ക്ക് അപ്പൊ ഒരു വഴി അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ കുറച്ച് വീടുകൾ അവിടെ ഉണ്ടാവും. ചിലപ്പോ നോക്കുമ്പോ ഒരു വീടിന് വേണ്ടി മാത്രമൊക്കെ ഓരോ വഴിയൊക്കെ പോകുന്നുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ബാൺസ് പോലത്തെ സാധനം. ഓ ഇതിപ്പോ ഒരു ബാണായിരുന്നു, ഇപ്പൊ കാണിക്കാൻ പറ്റിയില്ല, ഇനി കാണിച്ചു തരാം കേട്ടോ. വീടുകളല്ലാണ്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ബാണാന്ന്, അല്ലെങ്കിൽ എന്തോ ഒരു സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന താഴെ മൊത്തം തടിയൊക്കെ ഇട്ടിട്ട് ഷെഡ് പോലെ താഴെ തടി സ്റ്റോർ ചെയ്യുന്നു, അകത്ത് വേറെ എന്തെങ്കിലും സ്റ്റോർ ചെയ്യുന്നുണ്ടോ. കാരണം അതിനധികം ജനലോ അല്ലെങ്കിൽ വീടിന്റെ മോഡലല്ല അങ്ങനെ. അപ്പൊ അത് കാണുന്നുണ്ട് ഇടയ്ക്ക്. അപ്പൊ അത് ഈ വീടുകളുടെ തന്നെ ആയിരിക്കും. അത് ഈ ആൽപാക്കിനൊക്കെ പോയപ്പോഴും നമ്മളിങ്ങനെ കുറെ കണ്ടായിരുന്നു. ആൽപ്സ് കാണാം നമുക്ക്. ഇതെന്താണെന്നറിയോ, ഇത് നമ്മൾ ഈ ആൽപ്സ് ആണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പൊ അതിന്റെ സൈഡിൽ കൂടെ പോകുമ്പോ ഇത് കണ്ടില്ലേ, ഇതൊക്കെ മഞ്ഞ് ഇപ്പോഴും ഇതിനകത്ത് കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പൊ അതിന്റെ സൈഡില് ഇവര് ഇങ്ങനത്തെ ടണൽസ് പോലെ ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാരണം ടണൽസ് അല്ല, ഒരു ഷെയ്ഡ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുക. കാരണം മോളിൽ നിന്ന് കല്ല് വീടുമായിരിക്കും. അപ്പൊ അതിനായിട്ടാണ് ഇങ്ങനത്തെ സാധനങ്ങൾ ഒരു ഷെൽട്ടർ പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഞങ്ങളിപ്പോഴേ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്തോട്ട് നിർത്തിയേ. എന്തൊരു ഭംഗിയാണെന്നറിയോ, നോക്കി. ഞങ്ങളിത് അവിടുന്നാ വന്നിട്ടോ. അതിങ്ങനെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് കണ്ടത് ഈ ഒരു വാലി. ഓ മൈ ഗോഡ്, ഇത് കണ്ടോ, ആൽപ്സ് കണ്ടോ. ആരുമില്ലാത്ത ഈ വാലിയും അതിൻ്റെ നടുക്കൂടെ ഒഴുകുന്ന ഈ സ്ട്രീമും ഇവിടുത്തെ പീസ്ഫുള്ളായ സ്ഥലവും ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റുമാണ് നമ്മുടെ ഇന്നത്തെ റോഡ് ട്രിപ്പിൻ്റെ ഹൈലൈറ്റ്. നമ്മളിപ്പോൾ ഒരു ബ്രേക്ക് എടുത്തു. ഇനി നമ്മുടെ അക്കോമഡേഷനിലോട്ട് അക്കോമഡേഷൻ ഒബർവെല്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വെയിലേ. അപ്പോൾ അങ്ങോട്ട് ഇനി 45 മിനിറ്റ്സേ ഉള്ളൂ. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ അതാ ഇവിടെ മെഗ്ഡി ലിയൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മെഗ്ഡിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് എടുത്തത്. ഈ ടൗൺ നോക്കിയേ, എല്ലായിടത്തും മലകളാണ്. ഇത് ഭംഗിയാ നോക്കി. നമ്മളിനി നമ്മുടെ സ്ഥലത്തോട്ട് എത്താനായിട്ട് 23 മിനിറ്റും കൂടി ഉണ്ട്. നമ്മളീ പോകുന്ന ഫുള്ള് ഈ വാലിയുടെ ഇടയ്ക്കുള്ള കുഞ്ഞു ടൗണുകളുടെ ഇടയിൽ കൂടെയാണേ. അശ്വിനപ്പോ ഓസ്ട്രിയയുടെ മണം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കൊച്ചിയുടെ മണം ഒന്ന് ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊച്ചിയുടെ മണം ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മള് ഓസ്ട്രിയയുടെ മണം ആസ്വദിച്ചോ. ഇത് തുറന്നിട്ടേ നടന്നപ്പോ ഉണ്ടല്ലോ ചാണകത്തിന്റെ മണം. ചാണകമല്ലല്ലേ അത്, ഫാമൊക്കെ ഉള്ളതിന്റെ ഒരു സ്മെല്ലാ. ചാണകത്തിനല്ല, ചാണകമല്ല,
ഈ വളം പ്ലസ് ഈ നിറഞ്ഞ ഗ്രാസ് മഴ പെയ്തിട്ടുണ്ട്, പ്ലസ് കുറച്ച് ചാണകവും പശുവും എല്ലാം ഒരു ഫാം സ്മെൽ. അങ്ങനെ ഭയങ്കര പൊട്ടമണമെന്നല്ല, ഒരു വെരി ഏർത്തി നാച്ചുറൽ ഒരു മണം. ഇപ്പൊ കണ്ട വാലീസ് ഇല്ലേ, വാലിയുടെ ഇടയില് ടൗൺസ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇപ്പൊ കാണിച്ചില്ലേ. എനിക്ക് തോന്നുന്നു നമ്മളും അങ്ങനത്തെ ഒരു ടൗണിൽ തന്നെ ആയിരിക്കും താമസിക്കുന്നത്. കാരണം ഇനിയിപ്പോ എത്താനായിട്ട് 5 മിനിറ്റും കൂടെ ഉള്ളൂ. കണ്ടോ, ഇങ്ങനത്തെ ടൗൺസ് ആണ് ഇപ്പോഴും വരുന്നത്. നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ദേ മഴ പെയ്യുകയാണ്. ഇപ്പൊ ഇവിടുന്ന് ഇനി ഒരു ചെറിയൊരു ലെഫ്റ്റ് എടുക്കണം. അപ്പൊ ഇതിന് നല്ല മഴയാണ് ഇപ്പൊ. ഹായ്, അപ്പൊ നമ്മളും വാലിയിലാണല്ലോ താമസിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. അങ്ങനെ നമ്മൾ നമ്മുടെ അക്കോമഡേഷനിൽ എത്തി. ആ കണ്ട വീട് തന്നെയായിരുന്നു. അപ്പോൾ ജസ്റ്റ് പുള്ളിക്കാരി ഇതിൻ്റെ മുകളിലെ ഭാഗമാട്ടോ നമ്മുടെ. എനിക്ക് തോന്നുന്നു അവർ താഴെയാണ് താമസിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളുമായിട്ടൊരു ഇതുമില്ല, ഓവർലാപ്പും ഇല്ല. അപ്പോൾ ജസ്റ്റ് പേരൊക്കെ എഴുതാൻ പറഞ്ഞു. പേരും എന്തൊക്കെ കുറച്ച് സാധനം ഫില്ല് ചെയ്യാറുണ്ട്. പുള്ളിക്കാരി പോയി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് ഇവിടുത്തെ അക്കോമഡേഷനൊക്കെ ഒന്ന് കാണാം. ഈ ഒബർവെല്ലാക്ക് എന്ന് പറയുന്നത് കരിന്തിയ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിലാണ്. അപ്പം നമ്മൾ രാവിലെ പോയത് ആൽബാക്ക് ഇരിക്കുന്നത് ടൈറോൾ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലായിരുന്നു. ഇത് കരിന്തിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിലാണ്. അപ്പോൾ ഇവരിങ്ങനെ കണ്ട കുറേ ഗൈഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പം നമ്മുടെ അപ്പാർട്ട്മെന്റ് അല്ല, വീട് തന്നെ, വീടിൻ്റെ അപ്സ്റ്റേഴ്സ് ആണ്. പക്ഷെ ഇവർ അപ്പാർട്ട്മെന്റ് എന്നാണ് പറഞ്ഞത്. ആഹാ, വീട് തന്നെയാണ്, വീടിൻ്റെ അപ്സ്റ്റേഴ്സ്. വാവ്, ഇവിടെ ഇങ്ങനെ ഇത്രയും സാധനമൊക്കെ ഉണ്ട്. മൈക്രോവേവ്, കോഫി മെഷീൻ അല്ലേ, കോഫി മെഷീൻ ഉണ്ട്. പിന്നെ ഈ മുകളിലെ നൈസ്. ഇതാണ് നമ്മുടെ വ്യൂ. ഇത് നോക്കി, റൂഫിൻ്റെ മുകളിൽ കയറി പോകാനായിട്ടുള്ള പടികള്. എനിക്ക് ആ ഭാഗം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ലൈറ്റ് നാച്ചുറലായിട്ട് വരുന്ന കിച്ചൺ. നോക്കട്ടെ. ഓ, അത് കൊള്ളാം. ആക്ച്വലി ഭയങ്കര ഹോംലിയാണ്, ഭയങ്കര കോസി ആയിട്ടുണ്ട്. അപ്പുറത്തിങ്ങനെ സോഫ പോലെയായിട്ട് ഭയങ്കര ക്യൂട്ട്. എനിക്ക് മോളിൽ നിന്ന് ഇത് വന്ന രസമുണ്ട്. ബെഡ് വെരി ഹോംലി അല്ലേ? ഇത് എയർബിഎൻബിയാ. ഇവിടുന്ന് എങ്ങനെ. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. ഓസ്ട്രിയയുടെ ആൽബാക്കും പിന്നെതാ ഒബർവെല്ലാക്കും, പിന്നെ സാൽസ്ബർഗ്. മോർണിംഗ് നമ്മൾ സാൽസ്ബർഗ് കണ്ടു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇനി നാളെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അടുത്ത സ്ഥലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ പറയാം. അപ്പോൾ ശരി, അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.